എന്നാലും എന്റെ പൊന്ന് CSK നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുപ്പിക്കാൻ പറ്റുമോ? എന്ത് മോശം പെർഫോമൻസ് ആ കാഴ്ചവെക്കുന്നതെന്ന്. ഈ സീസൺ പകുതി പോലും ആയിട്ടില്ല. നിങ്ങളുടെ കളി കണ്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് IPL കാണാനേ തോന്നാത്ത ഒരു അവസ്ഥ. ഇനി ഏകദേശം 8 കളിയോളം ഇവരുടെ ബാലൻസ് ഉണ്ട്. ഇവരുടെ കളി എങ്ങനെ ഇരുന്ന് കാണാൻ കഴിയുമെന്ന ഒരു പിടിയും കിട്ടാത്ത. ധോണിയെയോ ഋതുരാജ് ഗൈക്വാഡിനെയോ അല്ല ശിവൻ ഡുബെയോ വിജയ് ശങ്കറിനെ ഒന്നും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇവരുടെ വേസ്റ്റ് ഒരു മാനേജ്മെന്റ് ഉണ്ട്. ഇത്രയും വേസ്റ്റ് മാനേജ്മെന്റ് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയത്തെന്ന് പറയുന്നത്. ഇവർക്ക് ഒറ്റ ഒരു അജണ്ട ഉള്ളായിരുന്നു, എങ്ങനെങ്കിലും MS ധോണി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ 6ാമത്തെ കിരീടം നേടി. ആരൊക്കെ ഉണ്ടോ ആരൊക്കെ ഇല്ലയോ ഒന്നും ഒരു പ്രശ്നമില്ല. MS ധോണി ഇവിടെ ഉണ്ടോ, നമ്മൾക്കിപ്പോൾ 6ാമത്തെ കിരീടം നേടാൻ പോകുന്നു, നമുക്ക് പ്ലെയർ ഒന്നും വേണ്ട. പിന്നെ ഫ്ലംബിങ്ങിന് ഒരു അവസരം കിട്ടി. ഫ്ലംബിങ് എന്തോ 2 ന്യൂസിലാൻഡുകാരെ എടുത്താൽ കിട്ടി, ഒരു രച്ചിൻ രവീന്ദ്രയും കോൺവേ. കുറച്ച് പൈസ ന്യൂസിലാൻഡിലോട്ടും കൊണ്ടുപോകണമല്ലോ. ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് ഇരിക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ന്യൂസിലാൻഡിനും വേണം. 2 എണ്ണത്തിനും വന്നിട്ട് ഇന്ന് ബാറ്റ് പിടിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. രച്ചിൻ രവീന്ദ്രയുടെയും കോൺവേയുടെയും ഒക്കെ ബാറ്റിംഗ് കണ്ടിട്ട് എന്റെ അമ്മ ഇതെന്തോന്ന് ബാറ്റിംഗ് ആണ് ഇത്. കുറെ ടെസ്റ്റും വൺഡേയും കളിക്കുന്ന കുറെ പ്ലെയറും ഇന്ത്യയിൽ കുറെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും വേണ്ടാത്ത കുറെ പ്ലേയേഴ്സുമാരെ എടുത്ത് ടീമിൽ ഇട്ടേക്കും. കൊള്ളാം. എന്തായാലും ഇവരുടെ മാനേജ്മെന്റ് ചീഞ്ഞ മുട്ട എടുത്ത് ഇവന്മാരെ തലയ്ക്കെറിയും. അങ്ങനെ കുറെ മുട്ടത്തലയന്മാരാണല്ലോ ഇവരുടെ മാനേജ്മെന്റിൽ. ഇത് ക്രിക്കറ്റ് ആണ്, ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, അല്ലാതെ നിങ്ങൾക്ക് ഈ സെന്റിമെന്റ്സ് കാണിക്കാനുള്ള പ്ലേസ് അല്ല ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ട് മത്സരം നടത്തുക. ഇത് എത്രയോ പേര് കാണുന്ന ആ ഗ്രൗണ്ടിൽ വന്ന് നിന്ന് ക്രിക്കറ്റ് കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും, TV-യിലൂടെ ക്രിക്കറ്റ് കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും. പൈസ വേസ്റ്റ്, ടൈം വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. ഇത്രയും ഒരു മഴവാഴകളായ ഒരു ടീം മാനേജ്മെന്റും അതിനനുസരിച്ചുള്ള ഒരു ടീം മെമ്പേഴ്സും ഇത്രയും ഒരു മോശം പെർഫോമൻസ് കാണാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. എന്തായാലും 2 റെക്കോർഡ് എന്തായാലും ചെന്നൈ ഇന്ന് നേടി. മത്സരം തോറ്റാൽ എന്താ, 2 റെക്കോർഡ്. ഏറ്റവും ലോവസ്റ്റ് സ്കോർ നേടി എന്തായാലും ഇന്ന് ചെന്നൈ 103 റൺസ് എന്ന ഏറ്റവും ലോവസ്റ്റ് സ്കോർ നേടി. രണ്ടാമത് അടുപ്പിച്ച് 3 കളി ചെന്നൈയിൽ പരാജയപ്പെടും. എന്തായാലും 2 റെക്കോർഡ് എന്തായാലും MS ധോണി പെർമനന്റ് ക്യാപ്റ്റനായിട്ട് വന്നു. എന്തായാലും 2 റെക്കോർഡ് അങ്ങ് നേടി. ഇപ്പൊ എല്ലാവരും അങ്ങ് ഭയങ്കര പറച്ചിലായിരുന്നു, ധോണി വരും, ഇപ്പൊ ചെന്നൈ അങ്ങ് മാറും, ഇനി അങ്ങോട്ട് വിജയമായിരിക്കും. ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും ഈ ടീമിന് എങ്ങനെ വിജയിക്കാൻ കഴിയും? നോക്കുകയാണെങ്കിൽ 1 മുതൽ 6 വരെ ഉള്ള പവർ പ്ലേയിൽ 31 റൺസും 2 വിക്കറ്റ്. 7 മുതൽ 10 വരെയുള്ള പവർ പ്ലേയിൽ 30 റൺസും 1 വിക്കറ്റ്. 11 മുതൽ 15 വരെയുള്ള പവർ പ്ലേയിൽ 13 റൺസും 4 വിക്കറ്റ്. 16 മുതൽ 20 വരെയുള്ള ഓവറിൽ 29 റൺസും 2 വിക്കറ്റ്. അത് ലാസ്റ്റ് ഓവറിൽ 13 റൺസ്. ഇത്രയും മോശം ടീം, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും വേണ്ടാത്ത പ്ലേയേഴ്സ്. ഓൾ ദ റെസ്പെക്ട്. ഇവരൊക്കെ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും വരുന്നത്, ഓക്കെ, എല്ലാം സമ്മതിക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ കളി കാണാൻ വരുന്ന ഇവരുടെ ഈ ടുക് 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 ടുക്ക് ഒന്നും കാണാൻ വേണ്ടിയല്ല. ടെസ്റ്റും ഇതിൽ നല്ലതായിട്ട് കളിക്കുമല്ലോടൂ. ഇത് ടെസ്റ്റിന് മോശമായ ഒരു സ്ഥിതിയാണ്. ഈ CSK മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടത് ഈ 150 റൺസും 160 റൺസും ഒക്കെ 2021, 2019, 22, 23 വരെയൊക്കെ 150, 160 റൺസിന്റെ ഒക്കെ കളിയായിരുന്നു. എന്നാൽ 2024 CSK മനസ്സിലാക്കേണ്ടത് ക്രിക്കറ്റിന്റെ 2020 ഒരു സ്റ്റൈല് തന്നെ മാറി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ ആ പഴയ പ്ലേയേഴ്സിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ കുറെ യങ്സ്റ്റേഴ്സിന് ആർക്ക് 200 സ്കോർ ചെയ്യാൻ കഴിയും, ആർക്ക് 250 സ്കോർ ചെയ്യാൻ കഴിയും, ആർക്ക് സ്കോർ 300 കൊണ്ടെത്തിക്കാൻ കഴിയും, അങ്ങനെയുള്ള പ്ലേയേഴ്സിനെയാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടീമിലുള്ള പ്ലേയേഴ്സിനെ ഒന്ന് പരിശോധിച്ചേ. രാഹുൽ തിരുപ്പാത്തി എന്നാ പെർഫോമൻസ് ആണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കാഴ്ചവെക്കുന്നത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും വേണ്ടാത്ത ഒരു പ്ലെയർ. ഏകദേശം 22 ബോളിൽ 16 റൺസ് എടുക്കുന്നു, 1 ബൗണ്ടറി അടിക്കുന്നു. വിജയ് ശങ്കർ ഹീറോയിൽ ഔട്ടായി പോകേണ്ടതാണ്, സുനിൽ നാരായണൻ കൊണ്ട് കളഞ്ഞു. എന്തോ ഒരു സെന്റിമെന്റ്സിന്റെ പുറകിൽ കൊണ്ട് കളഞ്ഞതാണ്. രണ്ടാമത് പിന്നെ ഒരു ക്യാച്ച്, അതും കൊണ്ട് കളഞ്ഞു. പിന്നെ തട്ടി മുട്ടി ഒരു 29 റൺസ് എടുക്കുന്നു. 2 ചാൻസ് കിട്ടിയിട്ട് അത് മുതലാക്കാൻ പോലും കഴിയാത്ത ഒരു പ്ലെയർ. ബാറ്റ് ചെയ്യുന്ന കണ്ടാൽ തന്നെ ബാറ്റ് പിടിക്കാൻ തന്നെ അറിയാത്ത ഒരു പ്ലെയർ ആണ് വിജയ് ശങ്കർ. ഇവരെ കൊണ്ടാണ് ഒരു വലിയ ഇന്റർനാഷണൽ മത്സരം കളിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. ശിവൻ ഡുബെ ഇന്ത്യയുടെ വലിയ ഫിനിഷറാണ്. 17ാമത്തെ 18ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോൾ സിംഗിൾ എടുത്ത് നൂർ അഹമ്മദിന് കൊടുക്കുക. കൊള്ളാം. 29 ബോളിൽ നിന്ന് 31 റൺസ്, 3 4. നല്ല പ്ലെയർ. നമ്പർ 6 ആയിട്ട് വരുന്ന അശ്വിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുകയല്ല, ഹാഫ് ക്രിക്കറ്ററും ഹാഫ് യൂട്യൂബറുമാണ് നമ്മളെ കൂട്ട്. രാവിലെ അങ്ങോട്ട് വരും, യൂട്യൂബ് അങ്ങോട്ട് തുറന്നു വെച്ച് ടുഡേ ആഷ്കബാദ്. വല്ല യൂട്യൂബിൽ പോയി നീ വല്ല പരിപാടിയും നടക്കും. നീ ക്രിക്കറ്റിന് പറ്റിയ ഒരാളൊന്നും അല്ല. നിന്നെ എന്തിനാണെന്തോ 10 കോടിയൊക്കെ കൊടുത്ത് ഇവര് ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ബോളിങ്ങിലോ അതിലും വലിയ പാഴ്. 3 ഓവർ എറിഞ്ഞ് 30 റൺസാണ് കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു പാഴ അശ്വിനെ എന്തായാലും ഗൗതം ഗംഭീർ ചവിട്ടി പുറത്താക്കിയത് നന്നായെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പം ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. പോയി വലിയ വെളിയിൽ പോയിട്ട് മീഡിയ എടുത്ത് പറഞ്ഞിട്ട് എന്റെ ക്രിക്കറ്റ് അവശേഷിക്കുന്നുണ്ട്. എന്തോ അവശേഷിക്കുന്ന ഈ 3 ഓവർ 30 റൺസ് കൊടുക്കുന്ന ക്രിക്കറ്റാണോ അശ്വിന്റെ അവശേഷിക്കുന്നത്? എനിക്ക് ക്രിക്കറ്റ് അവശേഷിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടീമിൽ പ്ലേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകുന്നു. അത് മനസ്സിലാക്കിയല്ലോ. ഇവിടെ ഒരു പ്ലേസും ഇല്ല, ഇറങ്ങിപ്പോ. അടുത്ത പ്രാവശ്യം വല്ല കമന്റേറ്റർ ആയിട്ടാണ് പോയി വല്ല ജോലിയും ചെയ്യും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനകത്ത് പോയി 10 വീഡിയോ ഇട്. അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഷ്കബാത്ത് ആ ബാത്ത് വല്ലതും ചെയ്യും.
നിന്നെ കൊണ്ട് അതിന് പോലും കൊള്ളത്തില്ല. 3 ഓവറിൽ 30 റൺസ്, 1 വിക്കറ്റ് പോലും ഇല്ല. ബാറ്റ് ചെയ്യാൻ നമ്പർ 6 പറഞ്ഞു വിട്ടത്. ഇവനെയൊക്കെ നമ്പർ 6 പറഞ്ഞു വിട്ടതാണ് കോമഡി. അവൻ പിന്നെ വേറൊരു കോമഡി, ദീപക് ഹുഡ, ഇമ്പാക്ട് പ്ലെയർ, 4 ബോള് 0 റൺസ്. LSGയിൽ നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6 എല്ലാം പരീക്ഷിച്ച് ഫെയിലായ ഒരു സാധനത്തിനെ ചെന്നൈയിലേക്ക് എടുത്തുകൊണ്ട് വരുന്നു. ചെന്നൈയിൽ കൊണ്ടുവന്നിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പറഞ്ഞു വിടും. ഇമ്പാക്ട് പ്ലെയർ വരുന്നു, 4 ബോൾ കളിക്കുന്നു, ഡക്ക്, തിരിച്ചു പോകുന്നു. ഒരവസ്ഥ നോക്കിക്കോ. നമ്മുടെ MS ധോണി, തല, എന്നയുടെ കിങ്, സൂപ്പർ ഹീറോ, 9ാം നമ്പറിൽ കളിക്കാൻ വരുന്നു. 9ാം നമ്പറിൽ കളിക്കാൻ എന്തിനാണേ നിങ്ങൾ ഇറങ്ങി വരുന്നത്? അത്ര ബുദ്ധിമുട്ട് എന്തിനാ വരുന്നത്? ആ 100 ആകുമ്പോൾ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. അവസാനമാണ് ഇറങ്ങി വന്നാൽ പോരായിരുന്നു. വരുന്നു, 4 ബോൾ കളിക്കുന്നു, 1 റൺസ് എടുത്ത് മടങ്ങിപ്പോകുന്നു. എന്നാലും ഇത്രയും ഒരു പാഴ് ടീം സത്യം പറഞ്ഞാൽ ഇന്ന് വെറുത്തു പോയി. ക്രിക്കറ്റ് തന്നെ വെറുത്തു പോയി എന്ന് പറയേണ്ടിരിക്കും. ഇനി ഉള്ള മത്സരങ്ങൾ എങ്ങനെ IPL മത്സരങ്ങൾ കാണാൻ കഴിയും? ഇന്നത്തെ ഈ ഒരു ഹാങ് ഓവർ വിട്ടുമാറണമെങ്കിൽ തന്നെ 2 ദിവസം എടുക്കും. നാളത്തെ മത്സരമൊക്കെ ഇതുപോലെ ഒരു മത്സരമൊന്നും ആവാതിരിക്കട്ടെ, ഇതുപോലെ ലോ സ്കോറിംഗ് മാച്ച് ഒന്നും. എന്തായാലും ഇങ്ങനെ ഒരു ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമിന് ക്യൂറേറ്റേഴ്സ് ഇങ്ങനെ ഒരു പിച്ച് തന്നെ കൊടുക്കണം. സ്പിന്നിങ് പിച്ച്, എന്റെ അമ്മോ ഒന്നും വയ്യ. സുനിൽ നാരായണൻ വന്ന് കറക്കി ഇട്ടെന്ന് പറയേണ്ടിരിക്കും. 4 ഓവർ എറിയുന്നു, 13 റൺസ് വിട്ടെടുത്ത് 3 വിക്കറ്റ് എടുക്കുന്നു. വരുൺ ചക്രവർത്തി വരുന്നു, അവിടുത്തെ ലോക്കൽ ബോയും കൂടാണ്. 4 ഓവർ എറിയുന്നു, 22 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുക്കുന്നു. പിന്നെ അക്ഷിത് റാണ വരുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു. മൊയിൻ അലി വന്ന് 1 വിക്കറ്റ് എടുക്കുന്നു. അരോരയും വന്ന് വിക്കറ്റ് എടുത്തിട്ട് പോകുന്നു. ഇന്നിപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 6ാം സ്ഥാനത്ത് കിടന്ന KKRനെ ഇവര് 3ാം സ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ ചെന്നൈ പറയുന്നത് ഞങ്ങൾ തോക്കു മാത്രമല്ല ചെയ്യുന്നത്, നെറ്റ് റൺ റേറ്റ് ആർക്കൊക്കെ വേണോ ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ വന്നു, നിങ്ങൾ തോക്കുകയും ചെയ്യും, ഇല്ല നെറ്റ് റൺ റേറ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവരുടെ. അതിലും ബാറ്റിംഗ് ചെയ്യാൻ വന്ന KKRന് എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു. സുനിൽ നാരായണൻ, അതുപോലെ ബാറ്റ് പോലും പിടിക്കാൻ അറിയാത്ത സുനിൽ നാരായണൻ 18 ബോളിൽ നിന്ന് 44 റൺസ്, ഏകദേശം 2 4ഉം 5 6ഉം. എന്താ ചെയ്യുക? ഈ റിട്ടയർ പ്ലെയർമാരെയൊക്കെ എടുത്ത് ദൂരെ കളയുന്നത്. ഈ രവീന്ദ്ര ജഡേജ, അശ്വിൻ, ഇങ്ങനെയുള്ള കുറെ പ്ലെയർമാരെ എടുത്ത് നിങ്ങൾ ദൂരെ കള. ഇത്രയും വെറുപ്പിക്കപ്പെട്ട ഒരു ടീം. പിന്നെ രഹാന വരുന്നു, നോട്ട് ഔട്ട്, 17 ബോളിൽ 20 റൺസ്. റിങ്കു സിംഗ് വരുന്നു, 12 ബോളിൽ 15 റൺസ്. അവരെ സംബന്ധിച്ചോളം ഇന്നൊരു പ്രാക്ടീസ് മാച്ച് തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി 8 മത്സരങ്ങളോളം ഇവരുടെ കളി ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഇവരുടെ കളി കാണേണ്ടി വരുമല്ലോ. നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ ഇടണമല്ലോ. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നിങ്ങളെ കൂട്ടൊക്കെ സാധാരണക്കാർക്ക് ഇവരുടെ കളി കാണണ്ട, നിങ്ങൾക്ക് ഓഫാക്കിയിട്ട് പോവാം. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഉപജീവന മാർഗ്ഗമാണല്ലോ യൂട്യൂബ്. നമുക്കൊരു വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ ഈ കളി ഇരുന്ന് കാണണം, ആ കളിയെക്കുറിച്ച് എഴുതി വെക്കണം, പിന്നെ വീഡിയോ ഇടണം. അപ്പൊ നമുക്ക് കളി കണ്ടാലേ പറ്റൂ. ഇങ്ങനെയുള്ള കളി ഇനി 8 മത്സരങ്ങളോളം ഉണ്ട്. എങ്ങനെ ഇരുന്ന് ഈ 8 കളികൾ കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്തായാലും കൊള്ളാം. പൊന്ന് CSK നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഡേ ബൈ ഡേയിൽ എന്തായാലും താഴോട്ടാണല്ലോ ഗ്രാഫ് പോകുന്നത്. എന്തായാലും നല്ല കാലം. 5 ട്രോഫി അവിടെ തന്നെ ഇരിക്കും എന്തായാലും കുറച്ച് നാളത്തേക്ക്, ഇങ്ങനെയുള്ള ടീമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ KKR 3ാം സ്ഥാനത്തും CSK ഒരു മാറ്റമില്ല 9ാം സ്ഥാനത്ത് തന്നെ നിലനിർത്തും.